അനീഷിന് ഇഷ്ടമല്ല. എന്നോട് ഇവൻ 6 മാസം സ്ത്രീകൾക്ക് എന്തിന് മെറ്റർനിറ്റി ലീവ് കൊടുക്കുന്നു, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് തർക്കിച്ചിരുന്നു. ഇപ്പോഴും അതിൽ ഉറച്ചു വെക്കുന്നു. എന്തിനാണ് 6 മാസം മെറ്റർനിറ്റി ലീവ് കൊടുക്കുന്നത്? പലപ്പോഴും തോന്നി ഒരു കുഴപ്പമില്ല. നമ്മുടെ സ്വന്തം ബിഗ് ബോസിലെ കോമൺ മാൻ ആയിട്ടുള്ള അനീഷ്, ഈ അനീഷ് പറയുന്ന പോലെ 6 മാസം സ്ത്രീകൾക്ക് മെറ്റർനിറ്റി ലീവ് കൊടുക്കുന്നത് ഓവർ പ്രിവിലേജ് ആണോ അല്ലയോ? ഇതുപോലുള്ള ട്രെൻഡിങ് വീഡിയോസിലെ മെഡിക്കൽ എവിഡൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഇപ്പൊ തന്നെ ഫോളോ ചെയ്തേക്കും. ഇനി അനീഷ് പറഞ്ഞതുപോലെ 6 മാസം സ്ത്രീകൾക്ക് പ്രസവാനന്തര ലീവ് നൽകിയില്ല എന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്ന അറിയാം. സ്ത്രീകൾ ഈ സമയത്ത് ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെയധികം തളർച്ച അനുഭവിക്കുന്ന അവസ്ഥയാണ്. ഈ തളർച്ച റിക്കവർ ചെയ്ത് അവർക്ക് നോർമലായിട്ടൊരു അവസ്ഥയിലേക്ക് എത്താൻ വളരെയധികം സമയമെടുക്കും ഈ 6 മാസം നമ്മൾ ലീവ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അതുകൂടാതെ കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ക്രൂഷ്യൽ പീരീഡാണ് ഈ 6 മാസം എന്ന് പറയുന്നത്. അപ്പം ഈ 6 മാസം കുട്ടിക്ക് കൃത്യമായിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിങ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് കുട്ടിയുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കും, വരുന്ന തലമുറയെ തന്നെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ട് സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ലീവ് കൊടുക്കാൻ തീരുമാനിച്ചെന്നറിയാം. 1919 ആദ്യമായിട്ട് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ സ്ത്രീകൾക്ക് 12 വീക്ക് മെറ്റേണിറ്റി ലീവ് നൽകണമെന്ന് തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായിട്ട് WHO ഇത് അംഗീകരിക്കുകയും ഈ 12 വീക്ക് മെറ്റേണിറ്റി ലീവ് അനുവദിക്കുകയും ചെയ്തു. അത് സ്ത്രീകളോട് കാണിക്കുന്ന ഒരു ചാരിറ്റി അല്ല, അത് സ്ത്രീകളുടെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അന്ന് ഈ ലീവ് നൽകിയത്. 1961 ഇതേ ആശയം ഇന്ത്യ അംഗീകരിക്കുകയും സ്ത്രീകൾക്ക് 12 ആഴ്ച മെറ്റേണിറ്റി ലീവ് അനുവദിക്കുകയും ചെയ്തു. അതിനുശേഷം 12 ആഴ്ച മെറ്റേണിറ്റി ലീവ് പോരാ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം 2017 ഇന്ത്യ 6 മാസത്തെ മെറ്റേണിറ്റി ലീവ് സ്ത്രീകൾക്ക് നൽകി. എന്തിന് 6 മാസത്തെ ലീവ് സ്ത്രീകൾക്ക് നൽകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവി തലമുറയുടെ വളർച്ചയ്ക്ക് 6 മാസത്തെ ലീവ് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇന്ത്യ ഈ 12 ആഴ്ച ലീവ് 24 ആഴ്ച ലീവാക്കി മാറ്റിയത്. ഈ പ്രഗ്നൻസി, ഡെലിവറി, പോസ്റ്റ്മോർട്ടം എന്നീ അവസ്ഥ പുരുഷന്മാർ അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രമാത്രം വിഷമമുണ്ട് എന്ന് അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഈ കുട്ടിക്ക് രാത്രി ഉറക്കമൊഴിച്ച് പാല് കൊടുക്കുന്ന സമയത്ത് പുരുഷൻ അടുത്ത് കിടന്നുറങ്ങുമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ആ കിടന്നുറങ്ങിയതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്ന പുരുഷന്മാരാണ് നമ്മളിൽ ഏറെയുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്ന് ആരും ചിന്തിക്കുന്നില്ല. ഗർഭപാത്രം പഴയ സ്ഥിതിയിലാകാൻ 6 ആഴ്ച വേണം. പെൽവിക് ഫ്ലോർ മസിൽ പഴയ രൂപത്തിലാവാൻ വേണ്ടിയിട്ട് മാസങ്ങളോളം എടുക്കും. ഹോർമോണൽ ലെവൽ സ്റ്റേബിൾ ആവാൻ വേണ്ടി 3 മാസം തൊട്ട് 6 മാസം വരെ എടുക്കും. കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി കൂടുന്ന ഒരു കാലഘട്ടമാണ് ഈ 6 മന്ത്സ് എന്ന് പറയുന്നത്. ഇവിടെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് നടത്തുന്ന കാലഘട്ടമാണ്. കുട്ടിയുടെ പരിപൂർണ്ണ ആരോഗ്യം കൈവരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ പരിപൂർണ്ണമായി റെസ്റ്റ് എടുത്ത് കുട്ടിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പ്രസവാനന്തരം സഡൻ ആയിട്ടുള്ള ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോണിലെ വ്യത്യാസം അത് കോർട്ടിസോൾ ഹോർമോണിനെ കൂട്ടുകയും സ്ട്രെസ് വളരെയധികം കൂട്ടുകയും ചെയ്യും. ഇത് സ്ലീപ്പ് സൈക്കിളിനെ ബാധിക്കുകയും സ്ത്രീകൾക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്പ് നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ 6 മന്ത്സ് എന്ന് പറയുന്നത്. കുട്ടിയായിട്ടുള്ള ഇമോഷണൽ ബോണ്ട്, കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി, കുട്ടിയുടെ ആഹാരം, അങ്ങനെ കുട്ടിയുടെ വളർച്ചയുടെ അടിസ്ഥാന ഘട്ടമാണ് ഈ 6 മാസം കൊടുക്കുന്നത്. സ്ത്രീകൾക്ക് ഇപ്പം അനുവദിച്ചിട്ടുള്ള ഈ 6 മാസത്തെ ലീവ് എന്ന് പറയുന്നത് ഒരു പ്രിവിലേജ് അല്ല, ഇത് ബയോളജിക്കൽ ഡിമാൻഡ് ആണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതിനെ റെസ്പെക്ട് ചെയ്യുകയും കൂടി ചെയ്യണം. ഏറ്റവും ഷെയർ ചെയ്ത് കൊടുക്കുക. സ്ത്രീകൾക്ക് 6 മാസം ലീവ് കൊടുക്കണ്ട എന്ന് അനീഷ് പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക.